മലയാളികൾ ഇപ്പോൾ കുറച്ച് ദിവസമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സിന്ധു കൃഷ്ണകുമാർ വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന് പറയാം. ഇപ്പോഴിതാ ഇതിൽ ഏറ്റവും പ്രധാനിയായി മാറുന്ന ഇവരുടെ ഒരു കസിനായ തൻവിയുടെ വാർത്തകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. തൻവിക്ക് ഈയിടയ്ക്കാണ് ഒരു കുഞ്ഞു ജനിച്ചത്. കുഞ്ഞു ജനിച്ച് മാസങ്ങളായിട്ടും കാട്ടിൽ വന്നിട്ട് മാത്രമേ നൂലുകെട്ട് ചടങ്ങ് നടത്തൂ എന്നൊരു വിശ്വാസമായിരുന്നു തൻവിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അമ്മമ്മയുടെ അരികിലെത്തി തൻവി നൂലുകെട്ട് ചടങ്ങിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടാൻ പോവുകയാണ്. എന്നാൽ നൂലുകെട്ടിനൊന്നും തന്നെ സിന്ധു കൃഷ്ണയോ കുടുംബവും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. തൻവിയുടെ അമ്മയുമായി അകന്നു നിൽക്കുന്നത് കൊണ്ടും അമ്മുമ്മ മാത്രമാണ് തൻവിക്കുള്ളത് കൊണ്ടും അമ്മുമ്മയെ വെച്ച് മാത്രമാണ് ഇപ്പോൾ നൂലുകെട്ട് ചടങ്ങ് നടത്തിയിരിക്കുന്നത്. കുഞ്ഞിന് ഇത്രയും മാസങ്ങളായതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എല്ലാവരും അത് ചർച്ച ചെയ്യുന്ന വിഷയമാക്കി മാറ്റുന്നുണ്ട്. കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വളരെയധികം ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. കൃത്യമായി തന്നെയാണ് എല്ലാവരും ഓരോ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നത്. കൃഷ്ണ ഫാമിലിയിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്നതാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഇവിടെ എത്തി എല്ലാവരുമായി സന്തോഷത്തോടെ നടത്താൻ തന്നെയായിരുന്നു തൻവി കാത്തിരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളിൽ ചെന്നത് അവസാനിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരും ഇത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ലയാനെ എത്ര സ്നേഹത്തോടെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൽ എല്ലാവരും നോക്കിയത് എന്ന് നമുക്കറിയാം. ദിയയായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നോക്കിയത്. എന്നാൽ ദിയയും ഇപ്പോൾ തൻവിയോട് അങ്ങനെ സംസാരിക്കാറില്ല. ദിയയുടെ അമ്മയെയും സഹോദരിയെയും പറഞ്ഞതിൻ്റെ കൂടെയും ദിയയുടെ അമ്മ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിയത് കൊണ്ട് തന്നെയായിരിക്കാം ഒരു പക്ഷേ ദിയയും ഇപ്പോൾ തൻവിയോട് സംസാരിക്കുന്നത്. ഇവർ കുടുംബപരമായി തന്നെ അമ്മുമ്മയുമായി അകന്നു കഴിയുകയാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതോടെ പ്രേക്ഷകരും ആ ഒരു വാർത്തയെപ്പറ്റി തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ ആരാധകർ അത് ഏറ്റെടുക്കുന്നു. ഓരോ തവണയും പ്രേക്ഷകർ അത് പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമായും അത് മാറുന്നത്. ആരാധകരുടെ സ്നേഹം വളരെയധികം ചർച്ച ചെയ്യുന്ന വാർത്തയായി തന്നെ ഇത് മാറുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരും അത് ഏറ്റെടുക്കുന്നുണ്ട്. ഓരോ തവണയും സോഷ്യൽ മീഡിയ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുന്ന പോലെ തന്നെ ഒരു വാർത്തയായി ഇത് മാറുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം നന്നായി മനസ്സിലാകുന്നു. ഓരോ തവണയും ആരാധകർ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൃഷ്ണകുമാർ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാത്തത്. അമ്മു സംസാരിച്ചു, സിന്ധു സംസാരിച്ചു, അതുപോലെ തന്നെ ഇപ്പുറം വശത്ത് നിന്ന് സിന്ധുവിൻ്റെ അമ്മയും സംസാരിച്ചു. ഇതിലൂടെ തന്നെ ഇവരുടെ കുടുംബ പ്രശ്നം വളരെയധികം വ്യക്തമായി തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. കുടുംബത്തിൽ സംസാരിച്ചു തീർക്കേണ്ട വിഷയം തന്നെയാണ് ഇവർ ഇത്രയും വലിച്ചിഴയ്ക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ മറ്റൊരു കാര്യം. തൻവിയും മഹാനയും തമ്മിൽ സംസാരിച്ച് വീഡിയോകൾ ഡിലീറ്റ് ചെയ്തതിന് തൊട്ട് പിന്നാലെ സിന്ധു മറ്റൊരു വീഡിയോയുമായി എത്തിയത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.